എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ മൂർച്ചയുള്ള ഒരു ആയുധമാണ് നാക്കെന്നുള്ളത്. നാക്ക് പിഴച്ചാൽ പല്ലിന് കേടെന്ന് ഒരു നാട്ടുവർത്തമാനമുണ്ട്. തൻ്റെ നാവിനെ കാക്കുന്നവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുന്നു എന്നും നമുക്കറിയാം. നാവിൻ്റെ ഉപയോഗം ശ്രദ്ധാപൂർവമാണെങ്കിൽ അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. നാക്കുകൊണ്ടാണ് നമ്മൾ ശത്രുക്കളെയും മിത്രങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്നത്. ബന്ധുമിത്രാദികളെയും സ്നേഹിതരെയും ഒക്കെ ചേർത്ത് നിർത്തുന്നത് നാക്കിൻ്റെ നല്ല ഉപയോഗങ്ങൾ കൊണ്ടാണ്. അതിലും അപ്പുറമായിട്ട് സമൂഹത്തെ, സംഘടനകളെ, പ്രസ്ഥാനങ്ങളെ ഒക്കെ നിലനിർത്തുന്നതും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്നതും നാക്കിൻ്റെ ശ്രദ്ധാപൂർവമായ ഉപയോഗം കൊണ്ടാണ്. നിരാശയിലുള്ളവരെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ നല്ല വാക്കുകൾ കൊണ്ട് നമുക്ക് സാധിക്കും. പ്രാണഭയത്തിലായിരിക്കുന്ന ആളുകളെ അതിൽ നിന്ന് ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. പല തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിയെടുക്കുവാനും സമൂഹത്തെ മുഖ്യധാരയിലേക്ക്, നല്ല ചിന്തകളിലേക്ക് നയിക്കുവാനും നാക്കിൻ്റെ ശ്രദ്ധാപൂർവമായ ഉപയോഗം കൊണ്ട് സാധിക്കും. ഹൃദ്യമായ സംഭാഷണം, വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുവാനായിട്ട് എല്ലാവർക്കും താല്പര്യമാണ്. ജ്ഞാനിയുടെ വായിൽ നിന്ന് വീഴുന്ന ശ്രദ്ധാപൂർവമായ വാക്കുകൾ, ജ്ഞാനശകലങ്ങൾ കേൾക്കുവാൻ ലോകം കാതു കൂർപ്പിക്കുകയാണ്. നാവിൻ്റെ അശ്രദ്ധമായ ഉപയോഗം കൊണ്ട് പലപ്പോഴും കൂടുതൽ വിനാശം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് തുടക്കഭാഗത്ത് ഞാൻ പറഞ്ഞത്, ഏറ്റവും മൂർച്ചയേറിയ ഒരായുധമാണ് നാവ് എന്നുള്ളത്. വിഭജനങ്ങളും വിസ്ഫോടനങ്ങളും ഉണ്ടാക്കുവാൻ നാവിന് ശക്തിയുണ്ട്. പല പ്രക്ഷോഭങ്ങളും, പല പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ നാവിൻ്റെ അശ്രദ്ധമായ പ്രയോഗം, വാക്കുകളുടെ അശ്രദ്ധമായ പ്രയോഗം കൊണ്ട് ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ സന്തോഷവും പ്രത്യാശയും പ്രതീക്ഷയും നശിപ്പിച്ച് ദുഃഖകരമായ അനുഭവത്തിലേക്കും ദുഃഖകരമായ അന്ത്യത്തിലേക്കും ആളുകളെ എത്തിക്കുവാൻ മൂർച്ചയുള്ള നാക്കുകൊണ്ട് പലപ്പോഴും ഇടയാക്കിയിട്ടുണ്ട്. നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഒക്കെ വിച്ഛേദിക്കുവാനും നല്ല സമൂഹങ്ങളും സംഘടനകളും വിഭജിക്കപ്പെടുവാനും ഒക്കെയും അശ്രദ്ധമായ വാക്കുകൊണ്ട്, നാക്കിൻ്റെ പ്രയോഗം കൊണ്ട് ഇടയാക്കിയിട്ടുണ്ട്. ഈ ലോക ജീവിതത്തിൽ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനും പ്രത്യാശയുള്ളവരാക്കി തീർക്കുവാനും സന്തോഷം പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം.